ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം. എന്നിട്ട് അടുപ്പ് ഓണാക്കിയാൽ ഓണാവില്ല, ഗ്യാസ് തീർന്നു. പിന്നെ അതൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. അതായത് ഇന്നലത്തെ ബാക്കി വന്ന 2 സാധനങ്ങളുണ്ടായിരുന്നു, കുറച്ച് പരിപ്പ് വടയും കുറച്ച് കട്ട്ലറ്റും. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങനെ പൊരിച്ചു വെച്ചു. പിന്നെ ഇന്ന് നമ്മൾ ഒന്നും ഉണ്ടാക്കണില്ല അവിടെ, എന്നാൽ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു രാത്രി ഒരു 9-9:30 ഒക്കെ കഴിഞ്ഞിട്ട്, ഇശായൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും 2 സാധനവും ഇത്തിരി കളർ മാറി. അത് കുഴപ്പമില്ല. പിന്നെ ജ്യൂസിന് ഇന്ന് ഓറഞ്ച് നല്ല പഴുത്തിരിക്കണുണ്ട്. അപ്പോൾ ഇനി അത് കേട്ട് വന്ന് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണികളിലാണ്. പിന്നെ അതൊക്കെ ജ്യൂസൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം സർബത്ത് ഉണ്ടാക്കി. ഈ ജഗ്ഗിൽ ഞാൻ വെള്ളം കലക്കണമുണ്ട്, നന്നായി കലക്കണമുണ്ട്. ആരും വിചാരിക്കേണ്ട ഇത് വലിയ ജഗ്ഗാണ് കുറേ കലക്കാന്ന്. പക്ഷേ ഇത് 1 ലിറ്ററിൻ്റെ ഒന്നുമല്ല, 1/2 ലിറ്റർ പോലും അതിൽ ഉണ്ടാവില്ല. ഞാനിപ്പോൾ കലക്കിയിരിക്കേണ്ടത് ആകെ ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് അത്രേ കിട്ടുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി അത് കഴിഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സമയം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഖുർആൻ ഓതാന്ന് വിചാരിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ നോമ്പ് തുറക്കാനായിട്ടിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കൊച്ചു നോമ്പുറ സാധനങ്ങൾ. അപ്പോൾ കാരക്ക കൊണ്ട് നോമ്പ് തുറന്നു. പിന്നെ യൂഷ്വൽ എല്ലാ സാധനങ്ങളും കഴിച്ച് നിസ്കരിക്കാനായിട്ട് പോയി. ആരൊക്കെ ഇങ്ങനെ ചെയ്യും? നോമ്പ് വന്നു കഴിഞ്ഞതും ഈ കാരക്ക ഡേറ്റ്സൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മോന്ത വെള്ളം കുടിക്കണത് ഞാനങ്ങനെ കേട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് മഗ്‌രിബ് നിസ്കരിക്കാനായിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം ഖുർആൻ ഓതിയിട്ടിരുന്നു. ഖുർആനൊക്കെ ഓതിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ നെയ്ഹാൻ കൂടിയിട്ട് കുറച്ച് നേരം കളിച്ചിട്ടിരുന്നു. അവൾക്ക് ഇങ്ങനെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിരിക്കുകയാണ് കേട്ടോ. ചിരിക്കുന്ന സൗണ്ട് ഇപ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഇക്ക വരുമ്പോഴേക്കും റെഡി ആയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ആകെ ഈ 3 സാധനങ്ങളേ ഉള്ളൂ. ഒരു കാജലും ഒരു ഹലാൽ ലിപ്സ്റ്റിക്കും പിന്നെ ഒരു സ്ട്രോബ് ക്രീമും പിന്നെ മോയ്സ്ചറൈസറും. ഇത്രേ ഞാനിന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് തട്ടം കുത്തി. അതിനിടയിൽ ഒരാൾക്ക് ലിപ്സ്റ്റിക്ക് ഇടണമെന്നും പറഞ്ഞിട്ട് അടിയിൽ വന്ന് നിൽക്കുന്നുണ്ടോ നോക്കിക്കോട്ടോ. എൻ്റെ മേക്കപ്പും എൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നെയ്ഹാൻ്റെ മേക്കപ്പാണ് കേട്ടോ. നെയ്ഹ ഉപയോഗിക്കുന്നത് ഒരു വീഗൻ ലിപ്സ്റ്റിക്കാണ്. അത് ചെറിയ കുട്ടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഒരു കളർ ബാറിൻ്റെ ഒരു ലിപ് ബാമും ലിപ്സ്റ്റിക്കൊക്കെ കൂടിയിട്ടുള്ളൊരു സാധനമാണത്. അത് ചെറിയ കുട്ടികൾ ഉപയോഗിച്ചാലും യാതൊരു കുഴപ്പമില്ലാത്ത കെമിക്കൽ ഫ്രീ വീഗനായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണത്.
ലിപ്സ്റ്റിക്കൊക്കെ കിട്ടിയതിന് ശേഷം കണ്ണെഴുതി താരണം പറഞ്ഞിട്ട് കണ്ണെഴുതി കൊടുക്കുകയാണ് ഞാൻ. കണ്ണെഴുതാന്ന് വിചാരിച്ചാൽ ഉള്ളിലൊന്നും എഴുതി കൊടുക്കില്ല, ഉള്ളിൽ എഴുതാൻ വിടില്ല. ജസ്റ്റ് ഒരു 2 സൈഡ് ഒരു വാല്, അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നേഹ ഇപ്പോൾ സ്ഥിരം ചെയ്യുന്നൊരു സാധനമാണ്, എൻ്റെ ഈ ഷോൾഡറിൻ്റെ മേലെ വന്ന് കയറിയിരുന്ന് എന്നെ ഭ്രാന്ത് പഠിപ്പിക്കുന്നൊരു സാധനം. പിന്നെ ഇക്ക വന്നു, ഒന്ന് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ എത്ര ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറേ ദിവസമായി പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ നമ്മൾ ബ്രൂക്ക്ഫീൽഡിൻ്റെ അടുത്തുള്ളൊരു കടയ്ക്കാണ് പോയത്. ഒരു ബ്രൂക്ക് സൈഡ് പറഞ്ഞിട്ടൊരു കടയിൽ. അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും നേഹയും കൂടിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫുഡ് വന്നാൽ എങ്ങനെ കഴിക്കണം എന്നുള്ള ട്രയലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താഴെ കാലിൻ്റെ മേലെ കാല് കയറ്റി വെച്ച് ഫുഡ് വന്നാൽ ഇങ്ങനെ കഴിക്കണം എന്നുള്ള ആക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ 2 പേര് ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാണ് അവൾ പഠിച്ചതെന്ന് എനിക്കറിയില്ല. പിന്നെ ഫുഡ് വന്നു. ഇതിൻ്റെ പേര് ചുങ് എന്നോ വന്നതാണ്. പിന്നെ ബിരിയാണി, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഹരിയാലി ടിക്ക, മൊഹിറ്റോ, ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ്, ഒരു ഇഫ്താർ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.